നമ്മളിന്നൊരു പുതിയ യുഗത്തിലാണ്. നമ്മൾ പരസ്പരം അറിഞ്ഞാലും അറിയില്ലെന്ന് നടിക്കുന്ന ഒരുപാട് മനുഷ്യരുടെ ഇടയിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. കണ്ടാൽ ചിരിക്കാത്തവർ, അടുത്ത് പെരുമാറിയാൽ പരസ്പരം കടിച്ചു കീറുന്നവർ, സ്നേഹിക്കുന്നവർ, താലോലിക്കുന്നവർ, പ്രതിഷേധിക്കുന്നവർ, ഇങ്ങനെ മനുഷ്യൻ പലവിധ തട്ടുകളിലായി വളരെ വിചിത്രമായ രീതിയിൽ ജീവിക്കുന്ന ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. ആശയങ്ങളോട് മാത്രം പ്രതിബദ്ധതയും ജീവിതത്തിൻ്റെ ഒരു വേളയിലും ഒരു നിമിഷത്തിലും നിമിഷാർത്ഥത്തിലും ആശയങ്ങളോട് പൊരുത്തപ്പെടാതെ ജീവിക്കുന്ന കൃത്രിമത്വ ജീവിതമുള്ള ഒരു വലിയ ലോകത്തിലാണ് നാം ഇന്നുള്ളത്. കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഭീകരതയാണ്. അങ്ങ് മണ്ണോടടിയുന്നത് വരെ അഗ്നിസാക്ഷിയായി ഭാര്യയും ഭർത്താവും പരസ്പരം കൈകോർത്ത് ജീവിതത്തിലൂടെ നടന്നു നീങ്ങുന്നവർ മുഴുമിപ്പിക്കാൻ കഴിയുന്നില്ല. അടിച്ചു പിരിയുന്നു. ചന്ദനമണിഞ്ഞത് കൊണ്ട് കാര്യമുണ്ടോ? പ്രദക്ഷിണം ചെയ്തത് കൊണ്ട് കാര്യമുണ്ടോ? ഇവിടെ നിങ്ങൾ വഴിപാട് നടത്തിയത് കൊണ്ട് കാര്യമുണ്ടോ? എന്താണ് കുടുംബ ബന്ധങ്ങൾ ഇങ്ങനെ തകർന്നു പോകുന്നത്? അച്ഛനും അമ്മയും മക്കളും തമ്മിലുള്ള ബന്ധം യന്ത്രവൽകൃത ലോകത്തിലെന്ന പോലെയായിട്ടുണ്ട്. ഒരുപക്ഷെ ഒരു മൊബൈൽ ഫോണിൽ കൊടുക്കുന്ന ഒരു പരിഗണന പോലും പരസ്പരം കൊടുക്കുന്നില്ല. ഒരു വീടിൻ്റെ സ്ഥിതി അങ്ങനെയാണ്. അത്രത്തോളം ഒരു പുതിയ ലോകം നമ്മുടെ ഇടയിലുണ്ട്. എൻ്റെ അച്ഛൻ്റെ മരുമകനായ NN കക്കാട് സബലമി യാത്രയിൽ ഒരു കാര്യം എഴുതി വെച്ചിട്ടുണ്ട്. അദ്ദേഹം തൊണ്ടയിൽ ക്യാൻസർ വന്ന് സെക്കൻഡറി ലങ്ങിൽ ക്യാൻസർ ബാധിതനായി കിടക്കുന്ന ആശുപത്രിയിൽ കിടക്കുന്ന കാലത്ത് തൻ്റെ ആത്മസഖിയെ പിറകോട്ട് നോക്കി അദ്ദേഹം ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിങ്ങനെയാണ്: 3 പതിറ്റാണ്ടുകൾ നീണ്ടൊരറിയാത്ത വഴികളിൽ എത്ര കൊഴുത്ത ചവർപ്പു കുടിച്ചു വറ്റിച്ചു നാം. ഇത്തിരി ശാന്തിതൻ ശർക്കര നുണയുവാൻ സഖി, ഇത്തിരി ശാന്തിതൻ ശർക്കര നുണയുവാൻ. അങ്ങനെ പറയാണ്. 3 പതിറ്റാണ്ടുകൾ നീണ്ടൊരറിയാത്ത വഴികളിൽ. നമ്മൾ 30 കൊല്ലത്തിനേറെ ഭാര്യാഭർത്താക്കന്മാരായി ജീവിച്ചിട്ടുണ്ട്. കലഹിച്ചും പിണങ്ങിയും പരസ്പരം വേദനയോടുകൂടിയും ഒക്കെ ജീവിച്ചിട്ടുണ്ട്. ജീവിത താളങ്ങൾ അങ്ങനെ നടന്നു പോയിട്ടുണ്ട്. അതിന്ന് ഞാൻ മരണത്തിലേക്ക് നടന്നു നീങ്ങുകയാണ്. എന്തൊരു സുഖമായിരുന്നു ആ കാലഘട്ടം. നിന്നെ വേദനിപ്പിച്ചതിൽ സന്തോഷം, വേദനിപ്പിക്കാതിരുന്ന നിമിഷങ്ങളും എനിക്ക് സന്തോഷമായിരുന്നു. എൻ്റെ ജീവിതം ധന്യമായി, സഫലമായി എന്ന് പറഞ്ഞ് അന്തി ഉറങ്ങുന്ന ഈ ലോകത്തോട് വിട പറയുന്ന കാവ്യാത്മകതയുണ്ടല്ലോ. ഇന്ന് ഇരിക്കുന്ന കൂട്ടത്തിൽ എത്ര പേരുണ്ട് സ്വന്തം ഭാര്യയെ അല്ലെങ്കിൽ ഭർത്താവിനെ ഒരു തരി പോലും പിണക്കാതെ ജീവിതത്തോട് കൂട്ടി നിർത്തുവാൻ നമ്മുടെ ഇടയിൽ എത്ര പേർക്ക് കഴിയുന്നുണ്ട്? കൊതിയാകുന്നുണ്ട് മനുഷ്യരെ കാണുവാൻ. ഈ അഗ്നിസാക്ഷിയായി ജീവിതത്തിലേക്ക് കടന്നു വന്ന ദാമ്പത്യ ജീവിതം മണ്ണോടടങ്ങുന്നത് വരെ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ സാധിച്ചാലാണ് നിങ്ങൾ ഈ താറ്റോട് വിശ്വക്ഷേത്രത്തിന്റെ മുമ്പിൽ നടയിൽ വന്നിരിക്കുവാൻ നിങ്ങൾക്ക് ബാധ്യതയുള്ളൂ. കുടുംബമാണ് പ്രധാനം. കുടുംബത്തിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവും, സമാധാനമുണ്ടാവും, സന്തോഷമുണ്ടാവും, ദുഃഖങ്ങളുണ്ടാവും. അത് പരസ്പരം പറഞ്ഞ്, പരസ്പരം സ്നേഹിച്ചും, പരസ്പരം കുട്ടികൾ സന്താനോത്പാദനം ഉണ്ടായും ഒരു ലോകത്തോട്ട് നമ്മുടെ കുട്ടികളെ ഭാരതത്തിന്റെ ഈ പുണ്യഭൂമിയുടെ വിശ്വപൗരന്മാരായി മാറ്റുവാനും ഒക്കെയുള്ള ആഗ്രഹങ്ങൾ നിങ്ങൾ കൊണ്ടു നടക്കുന്നില്ലെങ്കിൽ, ആ ധാർമ്മികത നിങ്ങൾക്കില്ലെങ്കിൽ എന്താണ് നമ്മുടെ ഭക്തി കൊണ്ടുള്ള കാര്യം? എന്ത് നേടി എന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്? പണമാണ്, അധികാരമാണ്, പദവികളാണ്. എവിടെയാണ് നിങ്ങളിത് കൊണ്ടുവെക്കാൻ ആഗ്രഹിക്കുന്നത്? ഒരു മനുഷ്യന് ജീവിതത്തിൽ തൻ്റെ മകനോ മകൾക്കോ കൊടുക്കാവുന്നത് സമ്പത്തല്ല എന്ന് നാം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. സൽപ്പേരാണ്. ഒരച്ഛനെയും അമ്മയെയും നോക്കി ഒരു മകനോ മകളോ ഒരു സമൂഹമോ നല്ല പേരുള്ള ആളുടെ മകൻ, ഇന്ന ആളുടെ മകൻ എന്നോരോ മനുഷ്യനും കേൾപ്പിക്കുന്നതാണ് ധന്യത. അതാണ് ഭക്തി. ഭക്തി എന്ന് പറയുന്നത്
കാണാപ്പാഠവും സഹസ്രനാമങ്ങൾ പഠിക്കുന്നത് മാത്രമല്ല, അമ്പലത്തിൽ വന്ന് പോകുന്നത് മാത്രമല്ല, പ്രദക്ഷിണം ചെയ്യുന്നത് മാത്രമല്ല, കട്ടുകൊണ്ടുവന്ന പണം അമ്പലത്തിലെ ഭണ്ഡാരത്തിൽ ഇടുന്നതല്ല ഭക്തി. ഭക്തി എന്നതും അത് സ്നേഹമാണ്, കരുണയാണ്, കടപ്പാടുകളാണ്, വിശ്വാസങ്ങളാണ്, സമത്വമാണ്. ഈ ജീവിത ദർശനം നമ്മൾ സൃഷ്ടിക്കലാണ് യഥാർത്ഥത്തിൽ കുടുംബത്തിന്റെ ഭദ്രത എന്ന് പറയുന്നത്. ആ ഭദ്രതയാണ് നാം തിരിച്ചു കൊണ്ടുവരേണ്ടത്. ഇനി അങ്ങനെ തിരിച്ചു കൊണ്ടുവന്നില്ലെങ്കിൽ നാം ഒരു പുതിയ ലോകത്തിലോട്ടെത്തും. ഒരു മൃഗങ്ങളുടെ ലോകം, പരസ്പരം വിശ്വാസങ്ങളില്ലാത്ത, കയ്യൂക്കുള്ളവൻ കാര്യക്കാരനാകുന്ന, കാടില്ലാത്ത കോൺക്രീറ്റുകളുടെ ലോകത്തിൽ ജീവിക്കുന്ന മനുഷ്യമൃഗങ്ങളായി നമ്മൾ മാറുവാൻ സാധ്യതയുണ്ട്. ആ സാധ്യത ഇല്ലാതാക്കലാണ് ഈ ക്ഷേത്രത്തിന്റെ ഇടയിലേക്ക് നിങ്ങൾക്ക് കൊടുക്കുവാനുള്ള ഏറ്റവും വലിയ ദക്ഷിണ. നല്ല മനുഷ്യനാകുക എന്നുള്ളതാണ്. കരം പിടിച്ച നാൾ മുതൽ ഗൃഹത്തിലും വനത്തിലും വരാംഗി ശൈശവത്തിലും തഥൈവ യൗവനത്തിലും പരം നിനക്കുറങ്ങുവാൻ മൃദുപധാനമോർക്ക മറ്റൊരംബുജാക്ഷിയെ തൊടാത്ത രാമബാഹുവല്ലയോ. ഭഗവാൻ രാമൻ സീതയോട് പറയുന്നില്ലേ, മറ്റൊരംബുജാക്ഷിയെ തൊടാത്ത രാമബാഹുവല്ലയോ. ഞാൻ എവിടെ പോയാലും നീ ആയിരുന്നു എൻ്റെ മനസ്സിൽ മുഴുവൻ. പ്രേമകല്ലാവലങ്ങളിൽ ആശാൻ നളിനിയിൽ എഴുതിയ ഒരു കാര്യം എഴുതി വെച്ചിട്ടുണ്ട്. ഉച്ചയായി തണലിലാഞ്ഞു പുസ്തകം വെച്ചു മല്ലികയറുത്തിരുന്നതും മെച്ചമാർന്ന ചെറുമാല കെട്ടി എൻ കൊച്ചുവാർമുടിയിൽ അങ്ങണിഞ്ഞതും. ആശാന്റെ പ്രണയകാവ്യങ്ങളിൽ ഉച്ചയായി തണലിലാഞ്ഞു പുസ്തകം വെച്ചു മല്ലികയറുത്തിരുന്നതും മെച്ചമാർന്ന ചെറുമാല കെട്ടി എൻ കൊച്ചുവാർമുടിയിൽ അങ്ങണിഞ്ഞതും. അങ്ങനെ ജീവിതസഖിയായി മാറിയ നളിനിയെ അങ്ങനെ കലാലയങ്ങളിൽ വെച്ച് അവളുടെ തലമുടിയിൽ തിരികിയ പൂക്കളും ക്ലാസ് വിട്ടപ്പോൾ ഓടിപ്പോയി അവളെ പ്രണയിച്ചതും ഒക്കെ ആയുള്ളൊരു ലോകം. സ്നേഹം, ഭക്തിയോടുകൂടിയുള്ള സ്നേഹം. ഒരു മനുഷ്യനെ സ്നേഹത്തിന് സമ്പത്തോ മതങ്ങളോ ഒന്നും ആചാരങ്ങളോ ഒന്നും ഇല്ലാതെ തന്റെ പ്രാണസഖിയെ ജീവനെല്ലാം സ്നേഹിക്കുന്ന മനുഷ്യരുടെ ഒരു വികാരമുണ്ടല്ലോ. നമ്മളിന്ന് കാണാത്ത ഒരു സത്യമായ ഒരു അവസ്ഥ, സ്നേഹം. അതാണ് ഭക്തി. ആ ഭക്തിയാണ് നമുക്കുണ്ടാകേണ്ടത്. ആ ഭക്തിയാണ് ഭഗവാൻ നമ്മളോട് ആവശ്യപ്പെടുന്നത്. ആ ഭക്തിയാണ് നിങ്ങൾ ഈ ക്ഷേത്രത്തിൽ നിന്ന് ഉടലെടുക്കേണ്ട ഏറ്റവും വലിയ കാര്യം. പരസ്പരമുള്ള സ്നേഹം, മകനോടുള്ള സ്നേഹം, ഒരമ്മയ്ക്ക് മകനോടുള്ള സ്നേഹം. അക്കാദമിക് വിദ്യാഭ്യാസമുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും. MBBS ഉണ്ട്, MD ഉണ്ട്, IAS ഉണ്ട്, IPS ഉണ്ട്, MTech, LLB ഒക്കെ ഉണ്ട്. അത് കഴുത്തിലണിയുന്ന ഒരാഭരണം മാത്രമാണ്, ഒരു പാദസരം പോലെ. നിങ്ങൾക്ക് വേണ്ടത് നല്ലൊരു മകനെയാണ്, നല്ലൊരു മകളെയാണ്. നല്ല മക്കൾക്ക്, ഓരോ മകൾക്കും നല്ല ഡോക്ടറും വക്കീലും എഞ്ചിനീയറും കലക്ടറും ഒക്കെ ആകണം. അക്കാദമിക് വിദ്യാഭ്യാസം മാത്രമല്ല ശരി, അക്കാദമിക് വിദ്യാഭ്യാസത്തിനപ്പുറം ഒരു പള്ളിക്കൂടത്തിന് പുറത്ത് നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സന്ദേശമുണ്ട്. പൂക്കളിൽ നിന്നും പുഴുക്കളിൽ നിന്നും പർവ്വതങ്ങളിൽ നിന്നും നദികളിൽ നിന്നും വിശ്വപ്രപഞ്ചങ്ങളിൽ നിന്നും അമ്മയിൽ നിന്നും അച്ഛനിൽ നിന്നും അനുഭവങ്ങളിൽ നിന്നും നിങ്ങൾ പഠിക്കേണ്ട ചില പാഠങ്ങളുണ്ട്. ആ പാഠമാണ് ഭക്തി, ആ പാഠമാണ് വിദ്യാഭ്യാസം. ആ വിദ്യാഭ്യാസമാണ് നമുക്കിന്നില്ലാതെ കൈവരുന്നത്. വിദ്യാഭാസമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. വിദ്യാഭാസമാണ് നമ്മളിൽ ഭൂരിഭാഗവും കൊണ്ടു നടക്കുന്നത്. അങ്ങനെ കൊണ്ടു നടക്കുമ്പോൾ ഭക്തിക്ക് പ്രാധാന്യമില്ല, ആശയങ്ങൾക്ക് പ്രാധാന്യമില്ല, അച്ഛനും അമ്മയ്ക്കും പ്രാധാന്യമില്ല. അങ്ങനെ അവർ കൊണ്ടുപോകുന്നു. നീ എൻ്റെ ഞാറ്റുവേലയെ പോലും കൊണ്ടുപോയില്ലേ കാറ്റേ. അങ്ങനെ വസന്തകാലവും ശരത്കാലവും നിങ്ങൾ അങ്ങനെ തട്ടിപ്പറിച്ചു കൊണ്ടുപോയിരിക്കുന്നു. നീ എൻ്റെ ഞാറ്റുവേലയെ പോലും കൊണ്ടുപോയില്ലേ കാറ്റേ. അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന്റെ സത്യസന്ധതയെ മുഴുവൻ തട്ടിക്കളഞ്ഞു കൊണ്ടുപോയിരിക്കുന്നു. ആരോ ഒരാൾ, ആരോ നമ്മളെ നശിപ്പിക്കാനുള്ള ആരോ പുറത്തു നമ്മൾ കാവൽക്കാരനാണെന്ന് വിശ്വസിച്ച പലരും കള്ളന്മാരായി മാറിയിരിക്കുന്നു. അവർ നിങ്ങളുടെ സംസ്കാരത്തെ തട്ടിക്കൊണ്ടുപോകുന്നു, ജീവിത ദർശനങ്ങളെ തട്ടിക്കൊണ്ടുപോകുന്നു. മനുഷ്യനെ സ്നേഹിക്കാൻ ഉതകുന്ന ഒരു ആത്മദർശനങ്ങളുണ്ടല്ലോ, ആ ദർശനങ്ങൾ ഇല്ലാതെ പോകുന്നു, ഭക്തി ഇല്ലാതെ പോകുന്നു.
ഭക്തി എന്ന് പറയുന്നത് സമാധാനമാണ്. ഭക്തി എന്ന് പറയുന്നത് വീണ്ടും പറയുന്നു സ്നേഹമാണ്, കടപ്പാടുകളാണ്. നമ്മൾക്കതില്ലാതെ പോകുന്നില്ലേ? കണ്ടാൽ നക്കി തുടയ്ക്കും മൃഗങ്ങൾ അങ്ങനെയാണ്. കുളിർ പകരും ഇടയ്ക്കൊന്നു കാണായിലുള്ളിൽ കൊണ്ടാടൽ പാടിനാൽ നിന്നലറും. അരികിലെത്തുമ്പോൾ അമ്മിഞ്ഞ നൽകും ഉണ്ടാകാം 2 വർഷം മമത തുലയുമാ വേഴ്ച പിന്നീടതൊന്നും വേണ്ടാതായി. ആടുമാടിൻ പ്രകൃതി അനുകരിക്കുന്ന നൂറ്റാണ്ടു വന്നു. ആടുമാടിൻ പ്രകൃതി അനുകരിക്കുന്ന നൂറ്റാണ്ടു വന്നു. നമുക്ക് അങ്ങനെ മൃഗങ്ങളോടുള്ള ഒരു സന്നിവേശമായി നമ്മുടെ ജീവിതത്തെ നമ്മൾ കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. അതിനോട് നമ്മൾ ചിലതിനോട് അരുതെന്ന് പറയണം, മാനിഷാദ എന്ന് പറയണം. കാട്ടാളത്ത് നമുക്കുണ്ടാകാൻ പാടില്ലല്ലോ. നമുക്കുണ്ടാകുന്നത് മനുഷ്യ സ്നേഹമാണ്, നമുക്കുണ്ടാകുന്നത് പ്രകൃതിയോടുള്ള സ്നേഹമാണ്, ജീവജാലങ്ങളോടുള്ള കടപ്പാടുകളാണ് നമുക്കുണ്ടാകേണ്ടത്. ജീവജാലങ്ങളും പ്രകൃതിയും നദിയും പർവ്വതങ്ങളും ഇവരെയൊക്കെ സ്നേഹിക്കാനുള്ള മനസ്സിനെയാണ് ഭക്തി എന്ന് പറയുന്നത്. ഭക്തി എന്ന് പറയുന്നത് നിങ്ങൾ കാണാപാഠം പഠിക്കേണ്ട ഒരു വിഷയമല്ല. നിങ്ങൾ ചെവിയിൽ എങ്ങനെ പെൻഡ്രൈവ് ഉപയോഗിച്ചിട്ട് കേട്ടിട്ട് ഉള്ള ഒരു സാധനമല്ല ഭക്തി എന്ന് പറയുന്നത്. നമ്മുടെ ആശയങ്ങളെ നമ്മുടെ DNA-യുമായി പൊരുത്തപ്പെട്ടു പോകുമ്പോഴാണ് നമ്മൾ നല്ല ഭക്തന്മാരായി മാറുന്നത്. നല്ല ഭക്തി ഉണ്ടാകുമ്പോൾ അച്ഛനെ ബഹുമാനിക്കാൻ പഠിക്കും. പുരുഷാർത്ഥത്തെ ത്രാണനം ചെയ്യുന്ന മകനായി നിങ്ങൾക്ക് പുത്രന്മാരുണ്ടാകും. തൻ്റെ അച്ഛനെയും അമ്മയെയും നമ്മുടെ കുട്ടിക്കാലത്ത് നിങ്ങൾ എങ്ങനെ നോക്കിയിരുന്നുവോ അതുപോലെ തൻ്റെ അച്ഛനെയും അമ്മയെയും നോക്കാനുള്ള മനുഷ്യത്വത്തെയാണ് പുത്രൻ എന്ന് പറയുന്നത്. പുത്രനില്ലല്ലോ. വരിക അഗ്നിനാളങ്ങളെ നിങ്ങൾ വേഗം തിന്നു തീർക്കുക, വേദനിപ്പിക്കാതെ എന്നെ. അങ്ങ് തല നനച്ചു കഴിഞ്ഞാൽ ഗുരുവായൂർ അമ്പല നടക്കിലും റെയിൽപാളത്തിലും കൊണ്ടുവിടുന്ന മനുഷ്യനെ, ഒരു മകനെയോ മകളെയോ നിങ്ങൾ സൃഷ്ടിച്ചിട്ടില്ലെങ്കിൽ അത് കുട്ടികളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അച്ഛനെ നമസ്കരിക്കുന്നതിന് പകരം അച്ഛനെ കാലുവാരാൻ പഠിപ്പിക്കുന്ന ഒരു പുതിയൊരു സമ്പ്രദായമുണ്ടല്ലോ. ആ സമ്പ്രദായത്തെ നമ്മളൊന്ന് മാറ്റിക്കൊണ്ടുവരേണ്ടതല്ലേ? അതിന് നമുക്ക് എന്തെങ്കിലും നഷ്ടങ്ങളുണ്ടോ? ഞാൻ എറണാകുളത്ത് എൻ്റെ ഒരു ഭഗവത്ഗീത പ്രഭാഷണത്തിന് പോയപ്പോൾ അവിടെയുള്ള അതിൻ്റെ സംഘാടകർ, അതിൻ്റെ പ്രധാനപ്പെട്ട സംഘാടകൻ കേരളത്തിലെ ഏറ്റവും വലിയൊരു ഉദ്യോഗസ്ഥനാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി. അദ്ദേഹത്തിന് 2 കുട്ടികളുണ്ട്, മിടുക്കന്മാരായ 2 കുട്ടികൾ, മിടുക്കികൾ. ഞാൻ അവിടെ പോകുമ്പോൾ എന്നെ അവർ സ്വീകരിച്ചു, അച്ഛനും അമ്മയും സ്വീകരിച്ചു. ഞാൻ അവരുടെ മുമ്പിൽ ഇരുന്നു, പല കഥകളും പറഞ്ഞു. ഇവർക്ക് 2 കുട്ടികളുണ്ട്, 12ാം ക്ലാസ്സിലും 11ാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികൾ. ഇവർ 2 പേരും മൊബൈൽ ഫോൺ ഇങ്ങനെ നോക്കി പരസ്പരം ചിരിക്കുകയാണ്, പൊട്ടിച്ചിരിക്കുന്നുണ്ട്, പിന്നെ വർത്തമാനം പറയുന്നുണ്ട്. ഇങ്ങനെ ഒരാൾ അവിടെ വന്നതോ പോകുന്നതോ ആ കുട്ടികളുടെ മനസ്സിലേ ഇല്ല. കുട്ടികളുടെ കുഴപ്പമാണോ അങ്ങനെ? ഒരാൾ ഒരു വീട്ടിൽ വന്ന് കയറിയാൽ എഴുന്നേറ്റ് നിൽക്കുന്നത് ഏതെങ്കിലും വിപ്ലവഗാഥകൾക്കെതിരാണ്, ഏതെങ്കിലും മനുഷ്യത്വത്തിനെതിരാണ്. ഒരാൾ വീട്ടിൽ വന്ന് കയറിയാൽ ഉച്ചയൂണ സമയത്ത് ആഹാരം കഴിച്ചില്ലെങ്കിൽ ആഹാരം വേണമോ എന്ന് ചോദിക്കുന്നത് ഏതെങ്കിലും ആശയങ്ങൾക്കെതിരാണ്. കുറച്ച് വെള്ളം ചോദിച്ചു കഴിഞ്ഞാൽ ദാഹിക്കുന്ന ജലം മനുഷ്യർക്ക് കൊടുക്കുന്നത് ഏതെങ്കിലും സംസ്കാരത്തിനെതിരാണോ? നമ്മൾ കുട്ടികളെ അത് പഠിപ്പിക്കുന്നുണ്ടോ? നിങ്ങൾ ഇക്വേഷൻസ് പഠിപ്പിക്കുന്നുണ്ട്. ½ mv² എന്നത് പൊട്ടൻഷ്യൽ എനർജി mgh കാണാപ്പാഠം പഠിപ്പിക്കുന്നത് പോലെ തന്നെ പഠിപ്പിക്കേണ്ടതാണ്. മനുഷ്യനോടും പ്രകൃതിയോടുമുള്ള ജീവിതത്തിന്റെ സ്നേഹം, അയൽപ്പക്കക്കാരോട് മാന്യമായി സ്നേഹിക്കാൻ, അമ്മയെ സ്നേഹിക്കാൻ, അച്ഛനെ സ്നേഹിക്കാൻ, കടപ്പാടുകൾ, ചരിത്രത്തെ അറിയുവാൻ. The more you go deep into the history, the more you humane എന്നാണ്. നിങ്ങൾ കൂടുതൽ ചരിത്രത്തെ അറിയുമ്പോഴും നിങ്ങൾ നല്ല മനുഷ്യനായി തീരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് നല്ല മനുഷ്യനായി തീരുവാൻ വേണ്ടിയാണ് ഭക്തി ഉണ്ടാകുന്നത്. ഭക്തി ഒരാളെയും നശിപ്പിക്കാനുള്ളതല്ല, ഒരു നാടിനെ നശിപ്പിക്കാനല്ല, വ്യക്തികളെ നശിപ്പിക്കാനല്ല, സ്വയം സംസ്കരിച്ചെടുക്കാനാണ്. തന്റെ സ്വഭാവത്തെ, തന്റെ ജീവിത വീക്ഷണങ്ങളെ, തന്റെ സമ്മോഹനങ്ങളെ, തന്റെ സംസ്കാരത്തെ ഏറ്റവും ഉയർന്ന മേഖലയിൽ എങ്ങനെ നിങ്ങൾക്ക് കൂട്ടിക്കൊണ്ടുപോകുവാൻ സാധിക്കും, അങ്ങനെ കൂട്ടിക്കൊണ്ടുപോകാനുള്ള ഒരു സൂത്രവാക്യമാണ് ഭക്തി. ആ ഭക്തി സമാധാനത്തിലും സ്നേഹത്തിലും നിറഞ്ഞു നിൽക്കുന്ന ഒന്നാണ്. നമുക്ക് അങ്ങനെ ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? നമ്മുടെ ചിന്തകളിൽ അങ്ങനെ കൊണ്ടുവരാൻ കഴിയുന്നുണ്ടോ? അങ്ങനെ കൊണ്ടുവരുമ്പോഴാണ് നിങ്ങൾ നല്ല അച്ഛനാകുന്നത്. കുട്ടികളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു തലമുറയെ നിങ്ങൾ കുറ്റം പറയുന്നതിന് അർത്ഥമല്ല. കുട്ടികൾ എന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ നമ്മളാണ് അതിന്റെ കാരണക്കാർ. കാരണം ഒരു കുട്ടി 18 വയസ്സ് വരെ തന്റെ കയ്യിൽ കിട്ടുകയാണ്. അവനിൽ നിറയ്ക്കുന്ന ഔഷധമാണ് ഭക്തി. നല്ലത് നിറയ്ക്കാൻ നമുക്ക് സാധിക്കണം.
നമ്മൾ നന്മകളെ സ്വാംശീകരിക്കണം. വേദങ്ങളുടെ ഏറ്റവും ഏറ്റവും ഉത്കൃഷ്ടമായ രൂപത്തെ അവന് പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം. അങ്ങനെ ഭക്തിയുള്ള മനുഷ്യർ നല്ല മനുഷ്യരായി മാറും. നല്ല മനുഷ്യനാണ് നമുക്ക് വേണ്ടത്. നല്ല മനുഷ്യ കുഞ്ഞുങ്ങളാണ് നമുക്ക് ആദ്യമായി വേണ്ടത്. അങ്ങനെയല്ലേ പ്രകൃതിയിലെ ജീവജാലങ്ങളും. ഞാനൊരു ഡോക്ടറാണ്. പ്രസവമെടുക്കാൻ പോവാറുണ്ട്. പ്രസവിക്കുന്ന കുട്ടികൾക്ക് എന്തെങ്കിലും ജാതിയുണ്ടോ, മതമുണ്ടോ, വർഗമുണ്ടോ, കക്ഷി രാഷ്ട്രീയമുണ്ടോ? ഒരു കുഞ്ഞു മനുഷ്യൻ മറ്റുള്ള പ്രകൃതിയിലെ ജീവജാലങ്ങൾ പോലെ. പക്ഷേ അവൻ വളർന്നു വരുമ്പോൾ അവനിൽ നിറയ്ക്കേണ്ട ചില മര്യാദകളുണ്ട്, മാന്യതയുണ്ട്, സംസ്കാരമുണ്ട്, ജീവിത ധന്യതയുണ്ട്, ആത്മദർശനങ്ങളുണ്ട്. ആ ആത്മദർശനമാണ് നമുക്കുണ്ടാകേണ്ടത്. അല്ലെങ്കിൽ വരിക അഗ്നിനാളങ്ങളെ നിങ്ങൾ വേഗം തിന്നു തീർക്കുക, വേദനിപ്പിക്കാതെ എന്നെ. ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ് ഓരോ പ്രായമുള്ളവരും. തല നരച്ചാൽ മതിവരാതെയാണിവിടം വിടുകയെങ്കിലും തിരിച്ചിനി വരികയില്ലെന്നതും തീർച്ച, തിരിച്ചിനി വരികയില്ലെന്നതും തീർച്ച. അങ്ങനെ പ്രായമാകുമ്പോൾ അവരെ സ്നേഹിക്കാൻ, അവർക്ക് കുറച്ച് മരുന്ന് കൊടുക്കാൻ, അവർക്ക് താലോലിക്കാൻ സ്നേഹമാണ് അവർക്ക് കൊടുക്കാനുള്ളത്. അതുകൊണ്ട് സമ്പന്നത എന്ന് പറയുന്നത് പണം മാത്രമല്ല, റിസർവ് ബാങ്ക് അടിക്കുന്ന കടലാസിന്റെ നിറങ്ങളല്ല, മറിച്ച് സമ്പന്നത എന്ന് പറയുന്ന സംസ്കാരവും കരുണയും കടപ്പാടും സമത്വവും ഒക്കെയുള്ള ദർശനങ്ങളാണ് യഥാർത്ഥത്തിൽ സമ്പന്നത. സമ്പന്നത എന്ന് പറയുന്നത് വെറും പണമായി നിശ്ചയിക്കുമ്പോഴാണ് മനുഷ്യൻ തികച്ചും യന്ത്രമായി മാറുന്നത്. നമുക്ക് സമ്പത്ത് ആവശ്യമാണ്, സമ്പത്ത് വേണം, എല്ലാവരും സമ്പത്ത് ഉണ്ടാകണം, സമ്പത്ത് നമുക്കുണ്ടാകണം, യാതൊരു സംശയവുമില്ല. പക്ഷേ സമ്പത്ത് മാത്രമാണ് ശരി എന്ന് പഠിപ്പിക്കുന്നതല്ലേ അധർമ്മമാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എല്ലാം കൂടി ചേർന്നിട്ടാണ് സമ്പന്നത ഉണ്ടാകുന്നത്. നല്ല സംസ്കാര സമ്പന്നത. ആ സമ്പന്നത നമ്മൾക്ക് കൈമോശം വരാൻ പാടില്ല. അതാണ് ക്രൗഞ്ചവിധമന പക്ഷികളിൽ ഒന്നിനെ അമ്പെയ്ത് വീഴ്ത്തിയപ്പോൾ താഴെ പിടഞ്ഞു വീഴുന്ന ആ പക്ഷികൾ, അതിന്റെ രോദനമുണ്ടല്ലോ, ആ രോദനം കൊണ്ട് ഒരു കാട്ടാളൻ മനുഷ്യനായി മാറിയ വാൽമീകമുണ്ടല്ലോ, ആ വാൽമീകം നമുക്കുണ്ടാകേണ്ടതല്ലേ? നമുക്കത് സാധിക്കുന്നുണ്ടോ? ഞാൻ എൻ്റെ വാൽമീകത്തിൽ ഇത്തിരി നേരം ധ്യാനലീനനായിരുന്നു പോയി, ധ്യാനലീനനായിരുന്നു പോയി, മനസ്സിൻ സർഗധ്യാനം. നിങ്ങളങ്ങനെ വെറുതെ ഇരിക്കരുത്, നിങ്ങളങ്ങനെ വാൽമീകത്തിൽ ഇരിക്കരുത്. ഞാൻ എൻ്റെ വാൽമീകത്തിൽ ഇത്തിരി നേരം ധ്യാനലീനനായിരുന്നത് മൗനമായി മാറാനല്ല, മൗനത്തെ മഹാശബ്ദമാക്കുവാൻ, നിശ്ചഞ്ചല ധ്യാനത്തെ ചലനമായി ശക്തിയായി ഉണർത്തുവാൻ, അന്തരന്ദ്രിയ നാഭി പത്മങ്ങൾക്കുള്ളിൽ പ്രാണസ്പന്ദങ്ങൾ സ്വരൂപിച്ചു വിശ്വരൂപങ്ങൾ തീർക്കാൻ. അങ്ങനെയാകണം നമുക്ക് വിശ്വരൂപങ്ങൾ തീർക്കാൻ. നിങ്ങളുടെ വാൽമീകത്തെ പ്രചോദനമായി നിങ്ങൾ കൊണ്ടു നടക്കണം. മനുഷ്യ സ്നേഹം ഉണ്ടാകണം. മനുഷ്യ സ്നേഹമാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ, നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ധന്യത. സമത്വമാണ് ജീവിതത്തിന്റെ ദർശനം. ഇവിടെ മഹാവിഷ്ണു ക്ഷേത്രമാണ്. തൂണിലും ഞാൻ ഉണ്ടാവും, തൂണ് പിളർന്നും ഞാൻ വരും, ആ ധർമ്മത്തെ ധർമ്മം കൊണ്ട് ഞാൻ നേരിടും, അനീതിയെ നീതിയായി ഞാൻ നടക്കും എന്ന് പറയുന്ന മഹാ സാക്ഷാത്കാരത്തിന്റെ മഹാവിഷ്ണു ക്ഷേത്രമാണ് താറ്റിയോട് മഹാവിഷ്ണു ക്ഷേത്രം. അതിലെ പൂന്താനം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഈ കേൾക്കുന്നുണ്ടല്ലോ. ഈ നടയിൽ നിന്ന് എല്ലാ ദിവസവും പീലിയില, അവർ പീലിയില പൂന്താനത്തിന്റെ ജ്ഞാനപ്പാന, അറിവിന്റെ പാന, അത് ചൊല്ലി അവർക്ക് പൂർത്തീകരിക്കാൻ സാധിക്കുന്നില്ല. ഓരോ വരികൾ പാടുമ്പോഴും സംശയിച്ച് ശ്വാസം മുട്ടിയിട്ടാണ് അവർ തീർക്കുന്നത്. അത്രത്തോളം ഭക്തിയോടുകൂടിയായിരുന്നു അവർ ആ കവിത മുഴുവിപ്പിച്ചത്. ആ കവിത തുടങ്ങുന്നതാണ് ഈ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ. നിങ്ങൾ ഓരോരുത്തരും രാവിലെ എഴുന്നേറ്റ് നിന്ന് സ്വതന്ത്രമായി നിങ്ങൾക്കൊന്ന് കേൾക്കണം. അത് പറയുന്നത് വേദമാണ്, ഉപനിഷത്താണ്, ധർമ്മമാണ്. അതിൽ കൂടുതൽ ഒരു കാര്യമില്ല. മലയാള ഭാഷയിൽ എഴുതപ്പെട്ടു പോയി എന്നേ ഉള്ളൂ. അതിൽ കൂടുതലായി ഒരു വേദവും പ്രതിപാദിക്കുന്നില്ല. സകലതും മനുഷ്യ സ്നേഹത്തിന്റെ, പ്രകൃതിയുടെ, ജീവജാലങ്ങളുടെ, സത്യസന്ധതയുടെ നേർക്കാഴ്ചയിൽ മലയാള ഭാഷയിൽ എഴുതി വെച്ചിരിക്കുന്നു. കാരണം നമുക്ക് ഭാഷ ഇന്ന് അന്യമാണല്ലോ. നമുക്കിന്ന് ഭാഷയോട് ഒരു താല്പര്യമില്ല. നമ്മുടെ അച്ഛനും അമ്മയോടും താല്പര്യമില്ലാത്തതുപോലെ, അയൽപ്പക്കക്കാരനോട് താല്പര്യമില്ലാത്ത പോലെ മലയാളത്തിനോട് നമുക്ക് എന്തുകൊണ്ട് പുച്ഛമാണ്. കാരണം മലയാളികൾ മലയാളത്തെ തിരിച്ചറിയുന്നില്ല.
അതുകൊണ്ട് തന്നെ മലയാളം എന്ന് പറയുന്നത് ഏറ്റവും നല്ല ഭാഷയാണെന്ന് നമ്മൾ വിശ്വസിക്കുമ്പോഴും മലയാളം മാത്രമാണ് ശരിയെന്ന് വിശ്വസിക്കുന്ന വിവരക്കേടും നമുക്കുണ്ടാകാൻ പാടില്ല. എല്ലാ ഭാഷയും വലുതാണ്. ജർമ്മനും ഫ്രഞ്ചും അറബിയും സംസ്കൃതവും ഹിന്ദിയും എല്ലാ ഭാഷയും മഹത്തരമാണ്. പക്ഷേ അമ്മയുടെ മുലപ്പാലിന്റെ ഭാഷ നമ്മൾ പഠിച്ചില്ലെങ്കിൽ ഈ മണ്ണിനോടുള്ള സ്നേഹം നിങ്ങൾക്ക് പൂർത്തീകരിക്കാൻ സാധിക്കുമോ? സദ്യമേളിച്ച നാളിലെ നാട്ടിൽ തത്ത പോലുമേ പാടി വേദാന്തം, നീളെ കലോത്സവമേളം കേളി കേട്ടിരുന്നെൻ മലയാളം. എൻ്റെ മലയാളത്തെ സ്നേഹിക്കലാണ് ഭക്തിയെ നിങ്ങൾ വാരിപ്പുണരുന്നത്. നിങ്ങളുടെ അമ്മയെ അമ്മ എന്ന് വിളിക്കാൻ നമുക്ക് മടിയായിരിക്കുന്നു. അച്ഛൻ എന്ന് വിളിച്ചാൽ എന്തോ ഒരു മോശമായിട്ട് നിങ്ങൾ കരുതുന്നു. ഞാൻ MA ലിറ്ററേച്ചർ ഇംഗ്ലീഷ് എടുത്ത ആളാണ്. ഇംഗ്ലീഷിൽ കവിതകൾ എഴുതാറുണ്ട്. ഇംഗ്ലീഷിൽ കവിതകൾ എഴുതുന്നത് ഒരു തെറ്റല്ല, ശരിയാണ്. നിങ്ങൾക്ക് എഴുതാം, ഏത് ഭാഷയും പഠിക്കാം. പക്ഷേ ഈ മുലപ്പാലിന്റെ ഭാഷ പഠിക്കാത്ത ഒരു ലോകമുണ്ടല്ലോ. My son does not know how to read in Malayalam, how to speak in Malayalam എന്ന് അഹങ്കരിച്ച് പറയുന്ന മലയാളിയുടെ ഒരു ജീവിത ദർശനമുണ്ടല്ലോ. നമുക്കതിനോട് പൊരുത്തപ്പെടാൻ സാധിക്കുമോ? ഈ മണ്ണിന്റെ മുലപ്പാലിന്റെ ഭാഷ പഠിച്ച് ഈ ചക്കയും മാങ്ങയും തന്ന് ജീവിച്ചിട്ട് ഈ ഭാഷയെ നമ്മൾ വല്ലാത്തൊരു മോശമായി കാണിക്കുന്നത് എന്ന് തുടങ്ങിയോ അന്ന് നിങ്ങളുടെ വീട്ടിൽ അച്ഛനെയും അമ്മയും നിങ്ങൾ പുറത്താക്കാൻ തുടങ്ങിയിരിക്കുന്നു. പൂന്താനം അദ്ദേഹത്തിൻ്റെ ജ്ഞാനപ്പാന തുടങ്ങുന്നത് ഇത്തരം ചിന്തകളൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ടാണ്. പൂന്താനം തുടങ്ങിയ ജ്ഞാനപ്പാന നിങ്ങൾ കേട്ട് കാണും. എല്ലാ ദിവസവും ക്ഷേത്രത്തിൽ നിന്ന് അത് ചെല്ലുന്നുണ്ട്. അതിങ്ങനെയാണ്: കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന, കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ, അച്യുതാനന്ദ ഗോവിന്ദ മാധവ, സച്ചിദാനന്ദ നാരായണ ഹരേ. നാരായണ ഹരേ എന്ന് പറയാണ്. അച്യുതാനന്ദ ഗോവിന്ദ മാധവ, സച്ചിദാനന്ദ നാരായണ ഹരേ. നാരായണ ഹരേ. നാരായണം എന്ന് പറയുന്നതിന് പല അർത്ഥമുണ്ട്. ഹരേ എന്ന് പറയുന്നതിനും ഒരുപടി അർത്ഥങ്ങളുണ്ട്. ഹരേ ഭജിക്കുക എന്ന അർത്ഥമുണ്ട്. ഹരേ എന്ന് പറയുന്നത് പ്രാർത്ഥനാജനകമായി ചൊല്ലുന്ന ഒരു ശബ്ദമായി നമ്മളെ പ്രകടിപ്പിക്കാം. പക്ഷെ വൈഡർ സെൻസിൽ, വളരെ വലിയ വിശാലമായ അർത്ഥത്തിൽ ഹരേ എന്ന് പറയുന്നത് വിജയിക്കട്ടെ എന്ന അർത്ഥമുണ്ട്. നാരായണം എന്ന് പറഞ്ഞാൽ 4 വേദം സങ്കോചിച്ചതാണ് തിരുനാമ മന്ത്രം. 4 അക്ഷരം ചേർന്നാൽ പിന്നെ പറയാനുണ്ടോ? നാരായണം എന്ന് പറഞ്ഞാൽ സമത്വമാണ്. ആ സമത്വം ഹരേ ജയിക്കട്ടെ എന്ന് പറയാണ്. സമത്വം ഉണ്ടാകട്ടെ എന്നിലും നിങ്ങളിലും പൂക്കളിലും സകല ചരാചരങ്ങളിലും ഞാനുണ്ടെന്ന് പറയാണ്. എല്ലാവിടെയും ഞാനുണ്ട്. കൽത്തുരുമ്പിലും തൂണിലും തുരുമ്പിലും എല്ലാം ഞാനുണ്ടെന്ന് പറയാണ്. സമത്വം ഉണ്ടാകട്ടെ എന്ന് പറയാണ്. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന, കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ, അച്യുതാനന്ദ ഗോവിന്ദ മാധവ, സച്ചിദാനന്ദ നാരായണ ഹരേ. നാരായണ ഹരേ. സമത്വം ജയിക്കട്ടെ എന്ന് പറയാണ്. ആ സമത്വം ജയിക്കട്ടെ എന്ന് പറയാൻ ലോകത്തിൽ എല്ലാവരും തുല്യമാണ് എന്ന് വിശ്വസിക്കട്ടെ എന്ന് പറയാണ്. ആധുനിക വിപ്ലവ കവി മാഞ്ഞൂരാൻ ഒരു കാര്യം പറഞ്ഞിട്ടില്ലേ? പനച്ചൂരാൻ, സമത്വം എന്നൊരാശയം നശിക്കുകയില്ലേ ഭൂമിയിൽ, നമുക്ക് സ്വപ്നമൊന്നു തന്നെ അന്നുമിന്നുമെന്നുമേ. സമത്വമാണ് ജീവിത ദർശനം, അതാണ് ഭക്തി. നമ്മളെല്ലാവരും തുല്യമാണെന്ന് പറയാണ്. നമുക്കെല്ലാവർക്കും സ്വതന്ത്രമായിട്ടുള്ള നല്ല വീട് വേണമെന്ന് പറയാണ്. നല്ല വെള്ളം വേണം, നല്ല പാർപ്പിടം വേണം, നല്ല വസ്ത്രം വേണം, നല്ല വിദ്യാഭ്യാസം വേണം, നല്ല തൊഴിൽ വേണം, നല്ല സമാധാനം വേണം. ഈ പുണ്യഭൂമിയിലെ എല്ലാ മനുഷ്യർക്കും സമാധാനവും സന്തോഷവും പാർപ്പിടവും ശുദ്ധജലവും വേണമെന്ന് പറയുന്നതാണ് ഭക്തി. ആ ഭക്തിയാണ് നാരായണ ഹരേ. നാരായണം ജയിക്കട്ടെ, അതാണ് നാരായണൻ എന്ന് വിളിക്കുന്നതിന്റെ അർത്ഥം. നാരായണ എന്ന് പറയാണ്. എല്ലാവർക്കും സുഖമുണ്ടാകട്ടെ എന്ന് പറയാണ്.
ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്ന് പറയാണ്. വസുധൈവ കുടുംബകം എന്ന് പറയാണ്. ലോകം മുഴുവൻ സുഖമായിരിക്കട്ടെ, ലോകം മുഴുവൻ ഒരു കുടുംബമായിരിക്കട്ടെ എന്ന് പറയാണ്. നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ. അതുകൊണ്ട് എല്ലാവർക്കും നല്ലത് വരുത്തണമെന്ന് പറയുന്നതും പ്രാർത്ഥിക്കുന്നതും ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതുമാണ് ഭക്തി എന്ന് പറയുന്നത്. നമ്മൾ എല്ലാവരും തുല്യരാണെന്ന് പറയാണ്. ജാതിയും മതവും കക്ഷി രാഷ്ട്രീയവും ഒക്കെ അപ്പുറം മനുഷ്യ സ്നേഹമാണ് പ്രകൃതി എന്ന് പറയാണ്, സമാധാനം എന്ന് പറയാണ്. ആ സമാധാനത്തെയാണ് ഈ പൂന്താനം എല്ലാ ദിവസവും ഇവിടെ പറയുന്നത്. അത് പറഞ്ഞിട്ട് മാത്രമല്ല, അദ്ദേഹം പറയുന്ന രണ്ട് കാര്യങ്ങളൂടെയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താൻ ആഗ്രഹിക്കുകയാണ്. അതെങ്ങനെയാണ്? അദ്ദേഹം പറഞ്ഞു, ഇന്നലെയോളം എന്തെന്നറിഞ്ഞില്ല, ഇനി നാളെയും എന്തെന്നറിഞ്ഞില്ല. ആർക്കെയും പറയാൻ പറ്റൂ? ഇന്നലെയും നാളെയും ഇനി വരാനിരിക്കുന്നതും ഒക്കെ എന്തെങ്കിലും പറയാൻ പറ്റും? ഒക്കെ അവിടെ, എല്ലാം അവിടെ നിശ്ചയിച്ചിട്ടുണ്ട്. ഇനി കണ്ട തടിക്കു വിനാശവും ഇന്ന് നേരവും ഏതെന്നറിഞ്ഞില്ല. ഒരു ദിവസം രാവിലെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഞാൻ എത്ര മരണവും, എത്ര തൂങ്ങി മരണവും, എത്ര വാഹനാപകടവും, എന്തെല്ലാം കാര്യങ്ങളാണ് നിത്യേന എന്ന് കേൾക്കുന്നത്. ഇവിടത്തേക്ക് കാറിൽ വരുമ്പോഴേക്കും 2 മരണത്തിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടാവും, എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഇങ്ങനെയല്ലേ ഡോക്ടർമാരുടെ ജീവിതം? ഒരിക്കലും സുഖമായിട്ടുള്ള കാര്യങ്ങളല്ലല്ലോ എല്ലാ ദിവസവും കേൾക്കുന്നത്. ഇന്നലെയോളം എന്തെന്നറിഞ്ഞില്ല, ഇനി നാളെയോ എന്തെന്നറിഞ്ഞില്ല. ഇങ്ങനെ പോവുകയാണ് ജീവിതം. പൂന്താനം പിന്നെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഈ ഇരിക്കുന്ന എല്ലാ ആൾക്കാരും ജീവിതത്തിൽ മുഴുവൻ പ്രാവർത്തികമാക്കേണ്ട ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അത് മറ്റൊന്നുമല്ല, വിദ്യയെ കുറിച്ചാണ്. അത് നിങ്ങൾ പഠിക്കണം. വിദ്യ കൊണ്ട് അറിയേണ്ടതറിയാതെ വിദ്വാൻമാരായി നടിക്കുന്നീതു ചിലർ. കുങ്കുമത്തിന്റെ ഗന്ധമറിയാതെ കുങ്കുമം ചുമക്കുന്നോരോ ഗർദഭം. ഓരോരുത്തരും അടിസ്ഥാനപരമായി പൂന്താനത്തിന്റെ ഈ വാക്കുകൾ ഭാരതം മുഴുവൻ, വിശ്വപ്രപഞ്ചം മുഴുവൻ മുഴുകി കേൾക്കേണ്ട ഒരു വാക്കാണ്. വിദ്യ കൊണ്ട് അറിയേണ്ടതറിയാതെ. എന്തിനാണ് അറിവ് എന്നറിയാതെ വിദ്വാൻമാരായവർ കേമായിട്ട് ഇങ്ങനെ നടക്കുകയാണ് ആൾക്കാർ. ഈ ഇരിക്കുന്ന കൂട്ടത്തിലൊന്നും, ഈ ഇവിടെ ഇരിക്കുന്നവർക്കൊന്നും എൻ്റെ അത്ര അക്കാദമിക് വിദ്യാഭ്യാസം ഈ ജന്മത്തിൽ നിങ്ങൾക്ക് എടുക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. അതുകൊണ്ട് ഞാൻ വലിയവനാണോ? അങ്ങനെ നിങ്ങൾ കരുതുന്നുണ്ടോ? പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ചുവർച്ചിൽപ്പ കലാകാരന്റെ മുമ്പിൽ എൻ്റെ അറിവ് എന്താണുള്ളത്? നമ്മളെല്ലാവരും പ്രപഞ്ചത്തിലെ ഗോളങ്ങൾ പോലെ അവിടെ ഇവിടെയൊക്കെ നിൽക്കുന്നു. ആരും അറിവിന്റെ കാര്യത്തിലും അധികാരത്തിന്റെ കാര്യത്തിലും ഒന്നും ആരും ആരിലേക്കാളും വലുതല്ല. നമ്മളെല്ലാം പലയിടങ്ങളിൽ ഇങ്ങനെ നിൽക്കുന്നു. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ കരിങ്കൽ ചിത്രങ്ങളിൽ സപ്തസ്വരങ്ങൾ ആലേഖനം ചെയ്തിരിക്കുന്നു. സപ്തരങ്ങൾ ഷഡ്ജവും ഋഷഭവും ഗാന്ധാരവും മധ്യമവും ഭംഗിയായി കൊത്തിവെച്ചിരിക്കുന്നു. ആ വിശ്വകർമാവിന്റെ മുമ്പിൽ എൻ്റെ അറിവ് എന്താണുള്ളത്? പല പല ആൾക്കാർക്കെടുത്ത് എന്തറിവാണുള്ളത്? എന്താണ് ഇതിനർത്ഥം? നമ്മളെല്ലാവരും ഒന്നാണ്, നമ്മുടെ സ്വപ്നങ്ങളും ഒന്നാണ്. യഥാർത്ഥത്തിൽ അതാണ് പൂന്താനം പറഞ്ഞത്. വിദ്യ കൊണ്ട് അറിയേണ്ടതറിയാതെ വിദ്വാൻമാരായി നടിക്കുന്നേതോ ചിലർ. കുങ്കുമത്തിന്റെ ഗന്ധമറിയാതെ കുങ്കുമം ചുമക്കുന്നോരോ ഗർദഭം. അത് പറഞ്ഞിട്ട് അദ്ദേഹം പിന്നെ പരിഹസിച്ചു നാടിനെ നോക്കിയിട്ട്. ബ്രഹ്മാണ്ടം കൊണ്ടു കുന്തിച്ചു കുന്തിച്ചു ബ്രഹ്മാവുമെനിക്കൊവ്വായെന്നും ചിലർ. ഞാൻ വലിയ ആളാണെന്ന് നോക്കി ഇങ്ങനെ നടക്കുകയാണ്. ഭയങ്കര ആളാണ്, നല്ല പ്രാസംഗികനാണ്, നല്ല ഡോക്ടറാണ്, നല്ല വക്കീലാണ്, നല്ല പണക്കാരനാണ്. എന്ത്? ഈ 6 മണ്ണിന്റെ ജന്മിയാണ്. ഒക്കെ ഇവിടെ വന്നിതു മോടുവിൽ വഞ്ചിത നടുവിൽ. ശ്യാമരാഗത്തിൽ ഗംഭീര എഴുതി വെച്ച് ആത്മവിദ്യാലയമേ. ശ്യാമ എന്ന് പറഞ്ഞ രാഗത്തിൽ മഹാൻ എഴുതി വെച്ചിരിക്കുന്നു, ട്യൂൺ ചെയ്ത് വെച്ചിരിക്കുന്നു. അവനിൽ ആത്മവിദ്യാലയമേ. ഇങ്ങനെ മണ്ണിലോട്ട് പോകുന്ന മനുഷ്യൻ വലിയവനാണെന്ന് ചിന്തിക്കുന്നതിനേക്കാളും വലുത്, എത്ര വലുതാകുന്നുണ്ടോ അത്രത്തോളം ലാളിത്യമാണ് ഭക്തി, കരുണയാണ് ഭക്തി, കടപ്പാടുകളാണ് ഭക്തി, സമത്വമാണ് ഭക്തി, സ്നേഹമാണ് ഭക്തി. ഇതെല്ലാം കൂടിച്ചേർന്നിട്ടുള്ള വലിയ മനുഷ്യനാകാനാണ്. നല്ല മനുഷ്യനാകുക എന്നുള്ളതാണ് ഇതിൻ്റെയൊക്കെ ഉദ്ദേശം. അങ്ങനെയുള്ള മനുഷ്യൻ, നല്ല കുട്ടികൾ, നല്ല മഹാരഥന്മാർ, വിശ്വപൗരന്മാർ ഈ പുണ്യഭൂമിയിൽ, ഈ ഭാരതത്തിൽ ഉണ്ടാകട്ടെ.
അതിലൂടെ താറ്റുവെട്ട് മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഇതിന്റെ തന്ത്രി ഈ പ്രാണപ്രതിഷ്ഠ ചെയ്യുമ്പോൾ തന്ത്രിമാർ പറയുന്നത് അനേക കോടി സൂര്യചന്ദ്രശ എന്ന് പറയുന്ന ഒരു ശ്ലോകമുണ്ട്. അത് മറ്റൊന്നുമല്ല പറയുന്നത്, എത്ര കാലം നീ ഇവിടെ ഈ ചൈതന്യവത്തായി നിങ്ങൾ ഇവിടെ ഉണ്ടാകുന്നു, അന്ന് ഈ നാട്ടിലെ സകലമാന ജനങ്ങളെയും എല്ലാവരെയും പക്ഷി മൃഗാദികളെയും ലതാദികളെയും ഒക്കെ സസ്യലത നീ ആപേക്ഷിച്ച് നിർത്തണേ, നീ ഇവർക്ക് എല്ലാ സൗഭാഗ്യങ്ങളും കൊടുക്കണേ, ഇവിടെ കുഞ്ഞുങ്ങൾക്ക് സന്തോഷം പ്രദാനം ചെയ്യണേ, എല്ലാവർക്കും സുഖമായിരിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രാണപ്രതിഷ്ഠ ചെയ്തിട്ട് ഇവിടെ ഒരു ചൈതന്യത്തെ പ്രതിഷ്ഠിക്കുന്നത്. അപ്പം അതുകൊണ്ട് ആ ചൈതന്യം നിങ്ങൾക്ക് നല്ല ബുദ്ധി തോന്നിക്കട്ടെ, നല്ലത് മാത്രം വരുത്തട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അഥർവവേദത്തിലെ കൗനകി ശാഖയിലെ പ്രശസ്തമായ ഒരു ശ്ലോകമുണ്ട്. അത് ഇന്നലെ എഴുതിയതല്ല, ഒരു 100 കൊല്ലം മുമ്പ് എഴുതിയതല്ല, നിങ്ങളും ഞാനും ജനിക്കുന്നതിന്റെ മുമ്പേ ഒന്നും എഴുതിയതല്ല. 10,000 വർഷങ്ങൾക്ക് മുമ്പ് മഹർഷിമാർ നാരായം കൊണ്ട് ഭാരതത്തിൽ എഴുതി വെച്ചതാണ്. എന്താണ് കഥ? സംസ്കൃതത്തിലായിപ്പോയി, നമുക്കത് അറിയില്ലല്ലോ. ഭാഷ നമ്മൾ പലതിനോടും പുറംതിരിഞ്ഞ് നിൽക്കുന്നില്ലേ? അത് എഴുതി വെച്ചിട്ടുണ്ട്, വളരെ ഭംഗിയായി എഴുതി വെച്ചിട്ടുണ്ട്. അതിങ്ങനെയാണ്: ഓം ഭദ്രം കർണേഭിഃ ശൃണുയാമ ദേവാഃ. അഥർവവേദത്തിൽ പറയാണ്, ഓം ഭദ്രം കർണേഭിഃ ശൃണുയാമ ദേവാഃ. എന്റെ കർണ കൊണ്ട് നല്ലത് മാത്രം കേൾക്കാൻ സാധിക്കുമാറട്ടെ, ചെവി കൊണ്ട്. ഭദ്രം പശ്യേമക്ഷഭിർയജത്രാഃ. നല്ലത് മാത്രം എൻ്റെ കണ്ണുകൾ കൊണ്ട് കാണാൻ സാധിക്കുമാറാകട്ടെ, എൻ്റെ കുട്ടികൾക്ക് നല്ല കാഴ്ചകൾ മാത്രം കാണാൻ സാധിക്കുമാറാകട്ടെ. സ്ഥിതൈരംഗൈ സ്തുഷ്ടുവാം സസ്തനൂഭിർ വിഷേമ ദേവഹിതം യദാ സ്വസ്തിന്ന ഇന്ദ്രോ വൃദ്ധശ്രവാഃ സ്വസ്തിന്ന പൂഷ വിശ്വവേദാഃ. ഈ ലോകം മുഴുവൻ വിശ്വവേദാഃ, ഈ ലോകം മുഴുവൻ വേദം, വിജ്ഞാനം കൊണ്ട്, അറിവ് കൊണ്ട് മനുഷ്യ സമുദായം, പ്രപഞ്ചം മുഴുവൻ ഉദ്ദീപ്തമാകട്ടെ. വിശ്വവേദാഃ സ്വസ്തി നസ്തർക്ഷ്യോ അരിഷ്ടനേമിഃ സ്വസ്തി നോ ബൃഹസ്പതിർദധാതു. ഓം ശാന്തി ഉണ്ടാകട്ടെ. ശാന്തി ശാന്തി. അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ, നല്ല സൗഭാഗ്യമുണ്ടാകട്ടെ, ജീവിതത്തിൽ എല്ലാ കാര്യത്തിലും എല്ലാ അർത്ഥതലങ്ങളിലും നിങ്ങൾക്ക് നല്ലത് മാത്രം വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സുഗത മാസ്റ്ററാണ് നിരവധി തവണ എൻ്റെ ഫോണിലൂടെ വിളിച്ച് ഇതിൻ്റെ സംഘാടകർ നിർബന്ധമായിട്ട് വരണം, ഞാൻ ഏറ്റ പരിപാടി എന്നുള്ള നിലക്കാണ് അനന്തപത്മനാഭൻ്റെ മണ്ണിൽ നിന്ന് ഇവിടേക്ക് വരാൻ കഴിഞ്ഞത്, നിങ്ങളെ കാണാൻ കഴിഞ്ഞത്. അതിൻ്റെ സന്തോഷം രേഖപ്പെടുത്തുന്നു. നിങ്ങൾ എല്ലാവർക്കും ഈ ചൈതന്യം എന്നും അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാനും എൻ്റെ നാട്ടിലെ പ്രശസ്തരായ സാമൂഹ്യ പ്രവർത്തകർ ശ്രീ ബാലകൃഷ്ണനൊക്കെ കൂടിയിട്ടാണ് എൻ്റെ സഹപ്രവർത്തകൻ പ്രിയേഷും ഒക്കെ ആയിട്ട് ഞാനിവിടെ എത്തിയത്. നിങ്ങൾക്ക് എല്ലാവരെയും കണ്ടിട്ടുള്ള സന്തോഷം രേഖപ്പെടുത്തുന്നു. ആരാധനായ അധ്യക്ഷനോട് വളരെ ദൂരം പോകേണ്ടതുള്ളതുകൊണ്ട് എന്നെ പോകാനും ഈ വേദിയിൽ നിന്ന് അനുവദിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സ്വാമിജിയോട് നല്ല നമസ്കാരം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തേ അറിയിക്കുന്നു. നമസ്കാരം, അഭിവാദനങ്ങൾ.